ഇന്ന് നമ്മുടെ ഡേ 3 ഓഫ് ഹംപി. ഡേ 3 അല്ലല്ലോ കുഞ്ഞു, ഡേ 4 ഓഫ് അവർ ട്രിപ്പാണ്. ഡേ 4 ഓഫ് ഹംപി അല്ല, ഡേ 4 ഓഫ് അവർ ട്രിപ്പാണ് ഇന്ന് അല്ലേ. അപ്പോൾ രാവിലെ നമ്മൾ എണീറ്റു, റെഡി ആയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മളിത് കഴിച്ചിട്ട് വേഗം റെഡിയായിട്ട് ഇറങ്ങാൻ പോവുകയാണ് അല്ലേ. സോ വെൽക്കം ടു യെറ്റ് അനദർ ഡേ ഓഫ് അമ്മു ആൻഡ് മീ. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. ഫുഡ് കഴിച്ച് റെഡിയായിട്ട് നമുക്ക് ഇറങ്ങാം. ഇന്നലെ നല്ലോണം ഉറങ്ങി അല്ലേ അമ്മു? നല്ല അടിപൊളി ദിവസമായിരുന്നു, നല്ല സൂപ്പറായിട്ട് ഉറങ്ങി നമ്മൾ. അപ്പം ഞങ്ങൾ വേഗം കഴിക്കട്ടെ, എന്നിട്ട് നമ്മൾ ഇറങ്ങും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങിയിട്ടോ ഹോം സ്റ്റേന്ന്. നല്ല നട്ടപ്പറ വെയിലായിരുന്നു. എന്തോ ഭാഗ്യത്തിനാണ് കുടയെടുക്കാമെന്നുള്ളൊരു ഐഡിയ തോന്നിയത്. അതെന്തായാലും നന്നായിട്ടോ. അതുകൊണ്ട് കരിയാണ്ട് രക്ഷപ്പെട്ടു നമ്മൾ. പിന്നെ ഇന്നെന്താ ഞങ്ങൾ നടക്കണേന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? കാര്യം വേറെ ഒന്നല്ല, നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് കേട്ടോ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഓട്ടോ ഹയർ ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടോയിൽ സ്ഥലങ്ങൾ കാണാൻ പോകാമെന്ന് പറയുന്നത് അത്ര ഒരു ഫീസിബിൾ ഓപ്ഷനായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഓഫീസിൽ ഒരു കൊളീഗ് സജസ്റ്റ് ചെയ്തതുപോലെ നമ്മൾ റോയൽ ബ്രദേഴ്സിൻ്റെ ഒരു റെൻറ്റൽ ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്ന് ഒരു 2 വീലർ നമ്മൾ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ്, നമ്മൾ ഹംപിയിലുള്ളത് വരയ്ക്കും. അപ്പോൾ നേരെ നമ്മൾ അവരുടെ ഔട്ട്ലെറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. വണ്ടി നമ്മൾ റെൻറ്റിന് എടുത്തിരുന്നത് അവരുടെ വെബ്സൈറ്റ് വഴിയാണ്. അതാണ് നമ്മുടെ 2 വീലർ, കുറച്ച് ദിവസത്തേക്കുള്ള നമ്മുടെ സന്തത സഹചാരി. അങ്ങനെ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ നേരെ പോയത് പെട്രോൾ പമ്പിലേക്കാണ് പെട്രോൾ ഫില്ല് ചെയ്യാനായിട്ട്. ആ പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഇപ്പോൾ സമയം ഒരു 1 മണി 1:30 അടുക്കാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വണ്ടി കിട്ടാൻ അത്രയും സമയമാവുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഹോം സ്റ്റേയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ നോക്കി വന്നപ്പോൾ അറിഞ്ഞത് ഈ നമ്മൾ വണ്ടി എടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലത്താണ് മാംഗോ ട്രീ റെസ്റ്റോറൻറ്റ് ഉള്ളത് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഹംപിയിൽ വരുമ്പോൾ എന്തായാലും പോകണം എന്ന് കരുതി വെച്ചിരുന്ന നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. അത് ഇത്രയും അടുത്ത് കിട്ടിയെന്ന് അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നല്ല അടിപൊളി റേറ്റിംഗ് ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ്, അതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ കയറിയിട്ടോ അകത്തേക്ക്. നമ്മൾ കയറുമ്പോൾ തന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആ കാണുന്നത് കണ്ടോ, അതൊരു പാനൊക്കെ കിട്ടുന്ന പോലത്തെ കടയാണ് കേട്ടോ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ ഒരു പാനൊക്കെ കഴിച്ച് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു റിഫ്രഷ്മെൻറ്റ് പോലെ അങ്ങനെ ഉള്ളി കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് അകത്ത് കയറി നമ്മൾ ഇരുന്ന് കഴിക്കണമെങ്കിൽ അത്യാവശ്യം നല്ലോണം വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. ഒരു 25 മിനിറ്റ്സ് മിനിമം വെയിറ്റ് ചെയ്യേണ്ടി വരും. അവിടെ അലാക്കാട്ടെ ഫുഡ്സാണ് നമുക്ക് കിട്ടുക. പക്ഷേ അതല്ലെങ്കിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു കൗണ്ടർ ഉണ്ട്. അപ്പോൾ ആ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് നമുക്ക് ബില്ല് ചെയ്ത് എടുക്കുവാണെങ്കിൽ മീൽസ് ഇതുപോലെ പുറത്ത് അവർ സെർവ് ചെയ്യും. അതാണ് എനിക്ക് ആ ചേട്ടൻ അവിടെ നിന്ന് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ കൗണ്ടറിലേക്ക് വന്നു. ഇവിടെ അത്യാവശ്യം ഫേമസ് മീൽസാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മീൽസാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ അതിൻ്റെ ടോക്കണൊക്കെ മേടിച്ച് ഇവിടെ വന്ന് അത് കൊടുത്തു കഴിയുമ്പോൾ അവർ നമുക്ക് ഫുഡ് സെർവ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കണതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ അടിപൊളി ഫുഡാണെന്ന്. കാരണം അവിടുത്തെ സ്മെല്ല് ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരുന്നു. എല്ലാ കറിയുടെ മണം കൂടെ കൂടിയിട്ട് ഒരു പ്രത്യേകതരം മണമായിരുന്നു. എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് കുറച്ചും കൂടെ കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ നമ്മുടെ മീൽസ് എല്ലാം മേടിച്ച് ഇരിക്കാനായിട്ടൊരു സ്ഥലം അന്വേഷിച്ചു. അപ്പം ഇതുപോലെ കുറേ മരത്തിൻ്റെ അടിയിൽ അവരിങ്ങനെ ബെഞ്ച് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അകത്തല്ലല്ലോ ഇരിക്കുന്നത്, പുറത്തിരിക്കുന്നവർക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്ഥലം അവരിട്ടേക്കുന്നത്. അവിടെ ഇരുന്ന് നമ്മൾ മീൽസ് കഴിച്ചു. ആക്ച്വലി ക്വാണ്ടിറ്റി കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി എനിക്കും അമ്മൂസിനും കൂടെ ഒരു മീൽ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന്. കാരണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിതേ വണ്ടിയെടുത്ത് നേരെ പോവുകയാണ് നമ്മുടെ സ്പോട്ട് 2ലേക്ക്. അപ്പോൾ ആദ്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ വഴികളൊന്നും അത്ര വലിയ നിശ്ചയം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോയത്. പോണ വഴിക്ക് കണ്ട ഒരു അമ്പലമാണ് കേട്ടോ. ഇതൊരു കൃഷ്ണൻ്റെ അമ്പലമാണ്. തൽക്കാലം നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കയറുന്നില്ല, നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഇന്ന് വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ കണ്ട് ഓക്കെ ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ അടുത്തുണ്ട്, ഇനി നെക്സ്റ്റ് ഇവിടെ വരണം എന്നൊക്കെ പ്ലാനാക്കി അവിടെ നിന്ന് വീണ്ടും നമ്മളിതേ മുമ്പോട്ട് പോവുകയാണ്. പോകുമ്പോൾ ഇതേ അത്രയും വലിയൊരു ഗോപുരം കണ്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടലേക്ക് ഗണേശയുടെ തൊട്ടടുത്താണ് വിരൂപാക്ഷ ടെമ്പിൾ എന്ന്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വിരൂപാക്ഷ ടെമ്പിളും അവിടുത്തെ വിശേഷങ്ങളുമാണ്. വിശേഷങ്ങളൊക്കെ പറയണതിന് മുമ്പേ നമുക്കിന്നൊരു കഥ കേട്ടാലോ.
പണ്ട് പണ്ട് നടന്നൊരു കഥ. തുംഗഭദ്ര നദിയുടെ തീരത്ത് പമ്പാദേവി എന്നൊരു ദേവതയുണ്ടായിരുന്നു. ബ്രഹ്മദേവന്റെ മകളായിരുന്നു പമ്പ. അതുമാത്രമല്ല, പാർവതി ദേവിയുടെ അവതാരവും. പമ്പാദേവിക്ക് ഭഗവാൻ ശിവനോട് വല്ലാത്ത പ്രണയമായിരുന്നു. ശിവനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ദേവി ദൃഢപ്രതിജ്ഞയെടുത്തു. പക്ഷെ ഭഗവാൻ ശിവനാവട്ടെ പമ്പാദേവിയെ തീരെ പരിഗണിച്ചില്ല. എപ്പോഴും ഹേമകൂട മലയിൽ തപസ്സിൽ മുഴുകി. പക്ഷേ ദേവി തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അതിനുവേണ്ടി നദീതീരത്ത് കഠിനമായ തപസ്സുകൾ അനുഷ്ഠിക്കാൻ തുടങ്ങി. ഒടുവിൽ ദേവിയുടെ സമർപ്പണവും സ്നേഹവും കണ്ടില്ലാന്ന് വെക്കാൻ ശിവനായില്ല. അങ്ങനെ ഭഗവാൻ ശിവൻ്റെയും പമ്പാദേവിയുടെയും വിവാഹം ഇന്ന് വിരൂപാക്ഷ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന ആ പുണ്യഭൂമിയിൽ വെച്ച് നടന്നു. ആ ഓർമ്മയിൽ ഇന്നും എല്ലാ വർഷവും അവിടെ പമ്പ ഉത്സവം നടത്തി വരുന്നു. പമ്പാദേവിയെ കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെ ശിവന് പമ്പാവതി എന്നൊരു പേരുമുണ്ട്. വിരൂപാക്ഷ ടെമ്പിളിന് പമ്പാക്ഷേത്രം എന്നൊരു പേരും ഉണ്ടായിരുന്നു. കൊള്ളാലോ. കഥയൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മളിതേ വിരൂപാക്ഷ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറിയിട്ടോ. ഈ വിരൂപാക്ഷ ടെമ്പിളിൽ വരുമ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു മിക്കവരും വിസ്മയിച്ച് നിൽക്കുക ഈ ഒരു വലിയ ഗോപുരത്തിൻ്റെ മുമ്പിലാണ് കേട്ടോ. ഈ ഗോപുരത്തിൽ ഏകദേശം 9 നിലകളാണ് കേട്ടോ ഉള്ളത്. ഇതിൻ്റെ മൊത്തം ഹൈറ്റ് പറയാനാണെങ്കിൽ 50 മീറ്ററോളം വരും എന്നാണ് പറയുന്നത്. ഈ ഗോപുരത്തിന് ബിസ്തപ്പയ്യ ഗോപുരം എന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. കാരണം പണ്ട് ഈ ദെക്കാൻ സുൽത്താൻമാർ ഇതെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ബിസ്തപ്പയ്യ എന്നൊരു എൻജിനീയറാണ് രണ്ടാമത് ഈ ഗോപുരമൊക്കെ പണിത് നമ്മൾ ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് എത്തിച്ചത്. ഇപ്പം ഞാൻ ഈ നടന്ന് നേരെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കല്യാണ മണ്ഡപം. അപ്പോൾ ചിലപ്പോൾ പണ്ട് ഇവിടെ വെച്ചിട്ടായിരിക്കുമല്ലേ നമ്മുടെ ശിവൻ പമ്പാദേവിയെ കല്യാണം കഴിച്ചത്. ഇവിടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ദമ്പതികൾ ഒരുപാട് നാൾ സന്തോഷത്തോടെ ജീവിക്കും എന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം. അതുമാത്രമല്ല, ആ കല്യാണം കൂടാൻ സാധിച്ചാൽ അതൊരു പുണ്യകരമായ ഒരു കാര്യമായിട്ട് കൂടിയാണ് ഇവിടുത്തെ ആൾക്കാർ കരുതുന്നത്. ഈ കല്യാണ മണ്ഡപം മാത്രമല്ല കേട്ടോ, ഇതിന് ചുറ്റും വേറെയും കുറച്ച് മണ്ഡപങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പണ്ട് ഈ തീർത്ഥാടകർ വരുമ്പോൾ അവർക്ക് താമസിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയണത്. സത്യത്തിൽ ഈ വിരൂപാക്ഷ ടെമ്പിൾ നിർമ്മിക്കപ്പെട്ടത് ചാലൂക്യരുടെയും ഹൊയ്സാലരുടെയും ഒക്കെ കാലഘട്ടത്തിലാണ് കേട്ടോ. പക്ഷെ അന്ന് ഇതൊരു കുഞ്ഞി ശിവനെ ആരാധിക്കാൻ പറ്റിയ ഒരു അമ്പലം മാത്രമായിരുന്നു. അതിനുശേഷം ഓരോ രാജാക്കന്മാർ വരുന്നതിനനുസരിച്ച് അവർ ഇതിനെ പുതുക്കി പണിത് ഇന്ന് നമ്മൾ ഈ കാണുന്ന വലിയ വിരൂപാക്ഷ ടെമ്പിളായിട്ട് അത് മാറുകയാണ് ചെയ്തത്. അങ്ങനെ ഗോപുരം കിടന്ന് ഉള്ളിലോട്ട് കയറുന്നതിന് മുമ്പേ ഇത് ഇങ്ങനെ ഒരു കൗണ്ടർ ഉണ്ട് കേട്ടോ. ഇത് സ്പെഷ്യൽ ടോക്കൺ എന്നാണ് അവർ പറയണത്. ആ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ സ്പെഷ്യൽ ടോക്കൺ എടുത്തു. എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 50 രൂപയാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ ടോക്കണൊക്കെ എടുത്ത് നമ്മൾ സ്പെഷ്യൽ ദർശനത്തിന് വേണ്ടി ഉള്ളിലേക്ക് കയറുകയാണ്. അതല്ലാത്ത ആൾക്കാരാണ് അപ്പുറത്തെ ക്യൂവിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ 2 ക്യൂവിൻ്റെയും ഡിഫറൻസ് എന്ന്. കണ്ടോ, നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ നേരെ ആ കാർപ്പറ്റ് വിരിച്ച വഴി കൂടെ നേരെ പോയി കഴിഞ്ഞാൽ ചെല്ലുന്നത് അമ്പലത്തിൻ്റെ ആ സാങ്ക്ടം സാന്റോറത്തിൻ്റെ അങ്ങടാണ്. പക്ഷേ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ചുറ്റി വേണം പോകാനായിട്ട്. അതാണ് നമ്മൾ സ്പെഷ്യൽ ടോക്കൺ എടുക്കണതിൻ്റെ ഒരു ഡിഫറൻസ്. അവിടെ ചെല്ലുമ്പോൾ ആ ടോക്കൺ എടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവഴി പോകുമ്പോഴാണ് ത്രികാല നന്ദിയുടെ പ്രതിഷ്ഠകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നടക്കുമ്പോഴാണ് കേട്ടോ വേറൊരു കാഴ്ച നമ്മുടെ കണ്ണിൽ പെട്ടത്. ഇത് ആക്ച്വലി എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവിടെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ആൾക്കാർ ആ വട്ടത്തിന് ചുറ്റും ഇതുപോലെ കൈവച്ച് നോക്കി. എന്നിട്ട് അവരുടെ 2 ചൂണ്ടുവിരലുകൾ അതിൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് മുട്ടുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അത് എന്തിനു വേണ്ടി ചെയ്തതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതെനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയത് കൊണ്ട് ഞാനും കൂടെ ട്രൈ ചെയ്തു. മുട്ടാൻ പോയിട്ട് അതിൻ്റെ അടുത്ത് പോലും എൻ്റെ 2 വിരലുകളും എത്തിയില്ല. പിന്നെ ഞാനും അമ്മൂസും അത് ഉപേക്ഷിച്ച് ഞങ്ങൾ വീണ്ടും മുൻപിലേക്ക് നടന്നു. ഇത് കണ്ട ആർക്കെങ്കിലും അത് എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്നോ അതല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ എന്താണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ത്രികാല നന്ദി. ഈ അമ്പലത്തിൽ ത്രിമൂർത്തി സങ്കല്പം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ 3 നന്ദികളും ഒരുമിച്ച് വെച്ചേക്കുന്നത്. അതായത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. മാത്രമല്ല ഹംപിയിലെ മറ്റ് അമ്പലങ്ങളെ അപേക്ഷിച്ച് എന്നും നിത്യപൂജ നടക്കുന്ന ഒരു അമ്പലം കൂടിയാണ് കേട്ടോ വിരൂപാക്ഷ ടെമ്പിൾ.
മെയിൻ ഗോപുരം കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറിയപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലൊരു കല്യാണ മണ്ഡപം കണ്ടില്ലേ? അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ചിലപ്പോൾ ഇവിടെ വെച്ചിട്ടായിരിക്കും ശിവനും പമ്പാദേവിയും കല്യാണം കഴിച്ചത്, ആ സ്ഥലത്ത് വെച്ചായിരിക്കുന്നു. പക്ഷേ എൻ്റെ ആ തെറ്റിദ്ധാരണ എനിക്ക് മാറിയത് ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ. ഇതാണ് വിരൂപാക്ഷ ടെമ്പിളിലെ വിശ്വപ്രസിദ്ധമായ ആ കല്യാണ മണ്ഡപം. സോ നമ്മുടെ ഭഗവാൻ ശിവനും പമ്പാദേവിയും കല്യാണം കഴിച്ചത് ഈ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടാണെന്നാണ് വിശ്വാസം. അവിടുത്തെ കൊത്തുപണികൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്തംഭിച്ച് നിന്ന് പോവും. പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കൊത്തി വെച്ചേക്കുന്നത് എന്നാലോചിച്ച് നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ട് നിന്ന് പോവും. അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ് അതിൻ്റെ. അങ്ങനെ കല്യാണ മണ്ഡപമൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അകത്ത് ഏകദേശം പൂജയ്ക്കുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊഴാൻ വേണ്ടി ഉള്ളിലേക്ക് പോവുകയാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫിയും ക്യാമറയും ഒന്നും അവർ അലോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അകത്തുള്ള വിഷ്വൽസ് ഒന്നും കാണിച്ചു തരാൻ ഒരു നിവൃത്തിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ പോയി എന്നാൽ തൊഴുതിട്ട് വരാം. അങ്ങനെ നമ്മൾ ഭഗവാനെയൊക്കെ തൊഴുത് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് എക്സാക്ട്ലി അറിയില്ല. നമ്മളങ്ങനെ ടൂർ ഗൈഡിനെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണുള്ളത് ഏതാണുള്ളത് ഇങ്ങനെ നോക്കി നോക്കി കണ്ടുപിടിച്ച് വേണമായിരുന്നു പോകാനായിട്ട്. അങ്ങനെ എന്താണ് ഇനി അവിടെ എന്തെങ്കിലും എന്നുവെച്ചാൽ ഒന്നും മിസ് ചെയ്ത് പോകരുതല്ലോ കാണാനായിട്ട്. ടൂർ ഗൈഡ്സ് ആണെങ്കിൽ അവർക്ക് നല്ലോണം അറിയാം, കറക്റ്റ് ഇന്ന സ്ഥലത്ത് ഇത് ഇന്നത് ഇത് എന്ന് അവർക്ക് കറക്റ്റായിട്ട് അറിയാം. അവർക്ക് നല്ലോണം ഗൈഡ് ചെയ്യാൻ പറ്റും. നമ്മളത് അങ്ങനെ ഒരു ഹെൽപ്പ് എടുക്കാത്തത് കൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പരതി നടക്കുകയായിരുന്നു. എന്തെങ്കിലും കാണാനുണ്ടോ, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ നടന്നു കേട്ടോ. അങ്ങനെ നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ മുഖത്ത് ഇത്ര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള റിയാക്ഷൻ. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഞാൻ എന്തിനാണ് ഇത്ര സ്ട്രെസ്ഫുള്ളായിട്ടിരിക്കണേ, ഞാനൊരു സ്ഥലം കാണാനല്ലേ പോയത് എന്ന് ഞാനിപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് അത് ആലോചിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഒരു വ്യഗ്രത കാരണമാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. വിരൂപാക്ഷയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരേ ഒരാളെയാണ് കേട്ടോ ഞങ്ങൾ മിസ് ചെയ്തത്. ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ലക്ഷ്മിക്കുട്ടി അവിടെയുള്ളൊരു ആനയാണ്. വരുന്നവരെയൊക്കെ അനുഗ്രഹിക്കും, എപ്പോഴും കാണാൻ പറ്റുന്നതാണ് പറഞ്ഞത്. പക്ഷെ എന്തോ നമുക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല, നമുക്ക് കാണാൻ പറ്റിയില്ല. ഇനി ഒരു തവണയും കൂടെ വരാൻ ഞങ്ങൾക്ക് യോഗം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലക്ഷ്മിക്കുട്ടീനെ കാണാൻ സാധിക്കട്ടെ അല്ലേ.
നമ്മളിത് ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ താഴത്തേക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. അതിൽ കൂടെ പോകുമ്പോൾ ഒരു അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു. വായിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത് ഗുഞ്ച ഹരിഹര സന്നിധി എന്നാണ്. അപ്പോൾ അതെന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതും ഭഗവാന്റെ പ്രതിഷ്ഠ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ജസ്റ്റ് തൊഴുതിട്ട് പിന്നെ നമ്മൾ നേരെ മേളിലേക്ക് കയറി വന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ശിവൻ കല്യാണം കഴിച്ചത് പമ്പാദേവീനെയാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ വിരൂപാക്ഷ ടെമ്പിളിൽ വിരൂപാക്ഷ അതായത് ശിവൻ്റെ പ്രതിഷ്ഠ കൂടാണ്ട് വേറെ 2 പ്രതിഷ്ഠകളും കൂടിയുണ്ട്. ഒന്ന് പമ്പാദേവിയുടെയും പിന്നൊന്ന് ഭുവനേശ്വരിയുടെ. അങ്ങനെ പമ്പാദേവിയും ഭുവനേശ്വരിയും തൊഴുത് അനുഗ്രഹം വാങ്ങി നമ്മൾ അവിടെ നിന്ന് നേരെ നടന്ന് ഇപ്പോൾ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതുവഴി നേരെ പോകുമ്പോഴാണ് നമ്മൾ തുംഗഭദ്ര നദീതീരത്തേക്ക് എത്തുന്നത്. അതിനു മുൻപായിട്ട് ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഇതാണ് വിരൂപാക്ഷ ടെമ്പിളിൻ്റെ അമ്പലക്കുളം. ഈ അമ്പലക്കുളത്തിന് പുഷ്കരണി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ചില വിശേഷ ദിവസങ്ങളിൽ ഈ അമ്പലക്കുളത്തിൻ്റെ സൈഡിൽ പല പൂജകളും നടക്കാറുണ്ടെന്നാണ് പറയണത്. ആ വെള്ളത്തിൻ്റെ റിഫ്ലക്ഷനിൽ നമ്മുടെ വിരൂപാക്ഷയുടെ ഗോപുരം കാണാൻ നല്ല രസമുണ്ടായില്ലേ. നമ്മൾ കടലേക്കല്ലു ഗണേശയിൽ കണ്ട പോലെ ഇവിടെയും ഒരുപാട് ഹനുമാൻ കുരങ്ങന്മാരെയും സാധാ കുരങ്ങന്മാരെയും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ഇവരുടെ കൂടെ നിൽക്കുകയും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഇവൻ ഇത്തിരി സ്പെഷ്യലായിരുന്നു കേട്ടോ. ഇവൻ ഇന്നാ എൻ്റെ ഫോട്ടോ എടുത്തോ എന്നുള്ള രീതിയിൽ കുറച്ച് നേരം അങ്ങനെ ഇരുന്നൊക്കെ കൊടുക്കണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം നിന്നു. എനിക്ക് തോന്നുന്നു ഹംപി ഒരുപാട് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് കുരങ്ങന്മാരെ കാണാൻ പറ്റും. ആ അമ്പലത്തിൽ വെച്ച് എനിക്കൊരു കടി ജസ്റ്റ് മിസ്സായതുകൊണ്ട് ഇവിടെ ഞാൻ അധികം ചാൻസ് എടുക്കാൻ പോയില്ല. അമ്മുവിനോട് ഞാൻ ആദ്യമേ പറഞ്ഞു, അമ്മു നടപടിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അതൊരു 1.5 ചാട്ടമായിരുന്നു അല്ലേ, നിങ്ങൾക്ക് തോന്നിയില്ലേ? അത് കണ്ടിങ്ങനെ സ്തംഭിച്ച് നിന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വിരൂപാക്ഷ ടെമ്പിളിലെ മെയിൻ അട്രാക്ഷനിലേക്ക് പോവുകയാണ്. ഇത് അവിടെ നടക്കുന്ന ഒരു വലിയ മാജിക്കാണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ദേ കണ്ടോ, ഇതാണ് ആ മാജിക്. ഏകദേശം 300 അടി അകലത്തിലുള്ള ആ ഗോപുരത്തിൻ്റെ റിഫ്ലക്ഷൻ നേരെ തല കീഴായിട്ട് നമുക്ക് ഈ മതിലിൽ കാണാൻ സാധിക്കും. ഇതിനെ പിൻഹോൾ ഇഫക്റ്റ് എന്നാണ് അവർ പറയുന്നത്. എന്തൊരു ആർക്കിടെക്ചറൽ മാർവലാണല്ലേ. എത്ര ഒരു തോട്ട് പ്രോസസ്സ് പോയിട്ടുണ്ടാവും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ പുറകിൽ. അങ്ങനെ ആ ഒരു അത്ഭുതവും കണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി നേരെ പോകാനുള്ള പ്ലാൻ തുംഗഭദ്ര റിവറിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ. പക്ഷേ ഈ ആനന്ദൻ സിനിമയിൽ പറയണ പോലെ ഹംപി ഒരു എക്സ്പ്ലോറേഴ്സ് പാരഡൈസാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ പോയപ്പോൾ കണ്ട കാര്യങ്ങളാവില്ല നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുക. ഓരോരുത്തരുടെ കണ്ണിലൂടെ കാണുന്ന കാഴ്ചകൾക്ക് വ്യത്യാസം ഉണ്ടെന്നല്ലേ പറയുക. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ കണ്ടതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വിരൂപാക്ഷ ടെമ്പിളിൽ കാണാൻ പറ്റും. പക്ഷേ ഇതെല്ലാം ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ തുംഗഭദ്ര റിവറിലേക്ക് പോകുന്നതും ആ കാഴ്ചകളും എല്ലാം ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നത് വരേക്കും ഇറ്റ്സ് മീ അമ്മു ആൻഡ് മീ സൈനിങ് ഓഫ്. ലവ് യു ഓൾ.